കലാശക്കൊട്ടിന് മുൻപ് ശക്തി പ്രകടനവുമായി ഇടുക്കിയിലെ UDFന്റെ റോഡ് ഷോ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച ഇടതുമുന്നണിക്ക് ഇടുക്കിയിലെ വോട്ടർമാർ ഇത്തവണ പലിശ സഹിതം മറുപടി നൽകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കട്ടപ്പനയിൽ മഴ തിമിർത്ത് പെയ്തപ്പോൾ നിശ്ചയിച്ചതിലും വൈകിയാണ് റോഡ് ഷോ ആരംഭിച്ചത്. എങ്കിലും UDF പ്രവർത്തകരിൽ ആവേശമാല തല്ലി. മഴ മൂലം ഡീൻ കുര്യാക്കോസിനായി വോട്ട് ചോദിക്കാൻ ഉമ്മൻചാണ്ടി വേദിയിലെത്തിയത് ഏറെ വൈകിയെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉമ്മൻചാണ്ടി ആഞ്ഞടിച്ചു. നരേന്ദ്രമോദിയെ താഴെയിറക്കി രാഹുൽ ഗാന്ധിയെ വാഴിക്കണം. ഇന്ത്യയുടെ ഭാവിക്ക് കോൺഗ്രസ് അനിവാര്യമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മാണത്തിലും കർഷക ആത്മഹത്യയിലും ഇടുക്കിയെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചു. കസ്തൂരിരംഗൻ വിഷയത്തിൽ ഇടുക്കിയിലെ വോട്ടർമാരെ 5 വർഷം മുൻപ് കബളിപ്പിച്ചവർക്ക് ഇത്തവണ അതേ വോട്ടർമാർ മറുപടി നൽകുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 1 ഇഞ്ച് ഭൂമി പോലും ഈ എക്കോളജിക്കലി സെൻസേഷണൽ ഏരിയ എന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് സംസ്ഥാന ഗവൺമെന്റ് അതിന് പൂർണ്ണമായ സംരക്ഷണം തരുമെന്ന് പറഞ്ഞു. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാരായ കൃഷ്ണനും സത്യനാരായണനും ഡീൻ കുര്യാക്കോസിനായി വോട്ടഭ്യർത്ഥിച്ച് ഇടുക്കിയിലെത്തി. മീഡിയ 1 ഇടുക്കി.